അമേസിങ് സീരീസ്. അത് എന്തായാലും എല്ലാവരും ബിഞ്ച് വാച്ച് ചെയ്യും ഞങ്ങളെപ്പോലെ. ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു സീരീസ് ബിഞ്ച് വാച്ച് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി എൻജോയ്ഡ് ഇറ്റ്. ബ്രില്യൻറ്റ് ആക്ടിങ്, ബ്രില്യൻറ്റ് ക്യാമറ വർക്ക്, അമേസിങ് ആക്ടിങ്, മ്യൂസിക് എല്ലാം. റിയലി വെരി ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ. വെബ് സീരീസ് ഞങ്ങളിപ്പോൾ ബിഞ്ച് വാച്ച് ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഈ സീരീസ് ബിഞ്ച് വാച്ച് ചെയ്യും. ബിക്കോസ് ഒരു എപ്പിസോഡിൽ നിർത്താൻ പറ്റില്ല, അത്രയും നന്നായിട്ടുണ്ട്. ട്രെൻഡ് ഇങ്ങനത്തെ സീരീസ് ഒക്കെ ആക്ച്വലി തിയേറ്ററിലുണ്ട് കാണണം. അപ്പോൾ ചിലപ്പോൾ കേരളത്തിലായിരിക്കും ഫസ്റ്റ് ടൈം ദാറ്റ് വി ഷുഡ് സ്റ്റാർട്ട് വാച്ചിങ് സീരീസ് ഇൻ തിയേറ്റർ. അപ്പോൾ നമുക്ക് എല്ലാം പുതിയ ട്രെൻഡ് കൊണ്ടുവരാൻ നോക്കാം. ഇറ്റ്സ് വെരി അമേസിങ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഒരു സ്ലോ ബേൺ മിസ്റ്ററിയാണ്. അപ്പോൾ ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിയ സീരീസാണ്. എല്ലാവരും 27th തന്നെ കണ്ടു നോക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഫ് കോഴ്സ് ടീമിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാണ്. ഇറ്റ് വാസ് സോ മച്ച് ഫൺ വർക്കിംഗ് വിത്ത് ദം. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ബാക്കി എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കണ്ടാലേ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ആക്ച്വലി സീരീസ് എല്ലാം ബിഞ്ച് വാച്ച് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കിത് നല്ല രസമായിരുന്നു. സോ ഐ ലൈക്ക് ഇറ്റ്. ത്രില്ലിംഗ് ആണ്. ഉണ്ട്, ഓഫ് കോഴ്സ്. ശരി, താങ്ക് യു. റോസ്ലിൻ അതിഗംഭീരമാണ്. ജീതു ജോസഫ് സാർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും നമ്മൾ വിചാരിക്കുമല്ലോ. അതിനൊരു 101% നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ കാണാവുന്ന ഒരു വർക്കാണ്. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ആക്ടിങ്, DOP, ക്യാമറ ഏത് സെക്ഷൻ നോക്കിയാലും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഇത് കാണാനിരിക്കുന്ന ആളെന്തായാലും ഒരു എപ്പിസോഡിൽ അവസാനിപ്പിക്കില്ല. അതൊരു ബിഞ്ച് വാച്ചായിട്ട് 6 എപ്പിസോഡ്സും കണ്ടു നിർത്തുകയുള്ളൂ, അത് ഉറപ്പാണ്. എന്തോ മ്യൂസിക്കും എല്ലാം അത് ഗംഭീരമായിട്ട് തന്നെ സബ്ജക്റ്റുമായിട്ട് ബ്ലണ്ട് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ആക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു ആൾക്കാർ കണ്ടു തന്നെ അത് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ ടുവേർഡ്സ് എൻഡ് എത്തുമ്പോഴാണ് നമ്മളൊരു പക്ഷേ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. അറിയണ്ടല്ലോ, വീണ മാമും വിനീതേട്ടനും ഒക്കെ ആണെങ്കിൽ ഗംഭീര ആക്ടേഴ്സാണല്ലോ. അതിൻ്റെ ഒരു വേഴ്സിറ്റാലിറ്റി അവർ എല്ലാ വർക്കുകളിലും കാണിച്ചു തരാറുണ്ട്. ഇതിലും അതുപോലെ തന്നെയാണ് ഗംഭീരം. പിന്നെ പ്രത്യേകിച്ച് ആ മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു കുട്ടിയുണ്ട്, റോസ്ലിനായിട്ട് വന്നിട്ടുള്ള കുട്ടിയുണ്ട്. അത് ഗംഭീര പെർഫോമൻസ് ആണ് ആ കുട്ടീൻ്റെ. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. റിയലി ഞങ്ങൾക്കൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സീരീസ് തിയേറ്ററിൽ 3 മണിക്കൂറുള്ള ഒരു എൻറ്റയർ ഷോ കാണുന്നത്. തിയേറ്ററിലുള്ളതുകൊണ്ട് തന്നെ എൻ്റെ മ്യൂസിക്, സിനിമോട്ടോഗ്രാഫി, പെർഫോമൻസ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. വെറുതെ പറയാൻ വേണ്ടി പറയല്ല, പക്ഷേ ആക്ച്വലി ബിഞ്ച് വാച്ച് വർത്തി ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് തോന്നി. ഒരു സ്ലോ ബേണിംഗ് മിസ്റ്ററി എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്. സോ ഞാൻ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ ടാഗ് ചെയ്യുന്നില്ല. അവസാനം നല്ല ഗ്രിപ്പിംഗ് ആയിട്ടാണ് ഇരുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണല്ലോ, നമുക്ക് ആ ഒരു പിടിച്ചിരുത്താൻ തോന്നുന്ന പോലെയായിരുന്നു ആവണല്ലോ. സോ എന്താ ഇറ്റ് വാസ് ഗ്രേറ്റ്. നല്ലായിരുന്നു. എനിവേസ് നാളെ 27 ഫെബ്രുവരി വരും. എല്ലാവരും കാണാം കേട്ടോ. താങ്ക് യു, ബൈ. ഹെവി, ഭയങ്കര ഹെവി. 5 എപ്പിസോഡ് കൂടെ ഒരുമിച്ച് കാണുന്നതിൻ്റെ ഒരു ഭീകര മനസ്സിങ്ങനെ ത്രില്ലർ അല്ലെന്ന് പറയണം എന്നവർ പറയുന്നു. പക്ഷെ ത്രില്ലിംഗ് ആണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. അമേസിങ് പെർഫോമൻസ്. ഈ മോളുണ്ട്, നമ്മുടെ മൂത്തോനിലൊക്കെ അഭിനയിച്ച മോളോ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, ഒരു രക്ഷയില്ല. സീസൺഡ് ആക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സിനിമയെ ആ വർക്കിനെ ലിഫ്റ്റ് ചെയ്യുക. സുമേഷ് നന്ദകുമാർ എന്ന് പറഞ്ഞ എക്സലൻറ്റ് ഡയറക്ഷൻ, PM ഉണ്ണികൃഷ്ണൻ്റെ ഉഗ്രൻ DOP, പിന്നെ എല്ലാ മേഖലയിലും ഏത് നമ്മളെടുത്താലും അതിനെ ഒരു പെർഫെക്ഷനിൽ കൊണ്ടെത്തിയിട്ടുണ്ട്. ഒരു സീരീസൊക്കെ ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അതേപോലെ വിനീതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര രസമുണ്ട്. എക്സലൻറ്റ്, പറയാതിരിക്കാൻ പറ്റില്ല. വിനായക ശേഷം ഗംഭീര സീരീസാണ്. ഞാൻ ക്ലൈമാക്സ് കണ്ടിട്ട് എല്ലായിടത്തും പറയുന്ന പോലെ ഞാൻ റിക്കവർ ആയിട്ടില്ല. ഇങ്ങനെ ഭയങ്കര അടിപൊളി. എല്ലാവരും ഫാമിലി ഇരുന്ന് കാണണം. മലയാളത്തിൽ നിങ്ങളൊരു മിസ്റ്ററി, ഡ്രാമ, ത്രില്ലർ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് സീരീസാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ്
ഡയറക്ടറിൻ്റെ പുതിയ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇറ്റ്സ് ഇൻക്രെഡിബിളി മെയ്ഡ്. കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റർ ആണെങ്കിലും എല്ലാവരും എന്തായാലും കാണണം. ഞാനിങ്ങനെ ഇപ്പോഴും ആ ഒരു മൊമെൻറ്റിൽ നിൽക്കുകയാണ്. ഭയങ്കര ട്വിസ്റ്റിൻ്റെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. സോ വാച്ച് ഇറ്റ്. അടിപൊളി ജിത്തു സാറ് ഈ പറയുന്ന പോലെ എന്ത് ജോണറാണെന്ന് ഞാൻ പറയുന്നില്ല, ആ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും കളയുന്നില്ല. പക്ഷേ നമുക്ക് ഒറ്റയടിക്കിരുന്ന് കാണാൻ പറ്റുന്ന ബിഞ്ച് വാച്ച് മെറ്റീരിയലാണ്. 3 മണിക്കൂറുടെ എല്ലാവരുടെ ഉള്ളൂ. ഭയങ്കര രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന എല്ലാ എപ്പിസോഡും. വിനായക് പാട്ട് എഴുതി ഞെട്ടിച്ച പോലെ തന്നെ സീരീസ് എഴുതി ഞെട്ടിച്ചിട്ടുണ്ട്. അടുത്ത സിനിമകൾക്കായി കാത്തിരിക്കും. താങ്ക് യു. ത്രില്ലറാണോ എന്ന് നമുക്കത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു സ്ലോ ബേൺ പരിപാടിയാണ്. അത് കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് കൂടുതലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ത്രില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിൽ ഇരുന്ന് കണ്ടു തുടങ്ങണ്ട. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സാധനം കിട്ടും. യെസ്, താങ്ക് യു. റോസ്ലിൻ എങ്ങനെയുണ്ട്? ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ ടീം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും അവരുടെ പാട്ടുകൾ, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് വിനായക് ശശികുമാർ. വിനായകന് നല്ല പാട്ടുകൾ എഴുതാൻ മാത്രം കഴിയുന്ന ആളല്ല, മനോഹരമായ സ്ക്രിപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ്. പുതിയ ഒരു എൻട്രി സുമേഷ് നന്ദകുമാർ വന്നിരിക്കുകയാണ്. ജീത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, പക്ഷേ അദ്ദേഹം സ്വതന്ത്രമായി മലയാളം വെബ് സീരീസിലെ ഒരു വലിയ ഹിസ്റ്ററി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ആക്ട് ചെയ്തിട്ടുള്ള വിനീതാണെങ്കിലും മീനയാണെങ്കിലും റോസ്ലിനായിട്ട് അഭിനയിച്ച സഞ്ജനയാണെങ്കിലും ഹക്കീമാണെങ്കിലും എല്ലാം ആ ക്യാരക്ടേഴ്സിൻ്റെ കാസ്റ്റിങ്ങും അവരുടെ പ്രകടനവും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സീരീസാണ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് പെർഫോമൻസ്. ഈ ടീം ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ്. എല്ലാവരും ഇത് കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഗംഭീരമായിട്ടും എല്ലാം ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിലിംഗ് വാസ് വെരി പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ബിഗ് സ്ക്രീനിൽ നമ്മൾ സാധാരണ മാക്ബുക്കിലും ഫോണിലും എല്ലാം കാണുന്ന ഒരു സീരീസ് നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മനോഹരമായൊരു രസം. അടിപൊളിയായിരുന്നു. ഹൈബി മാക്സിമം പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. എൻ്റെ ഇടയിൽ എനിക്കൊന്ന് പോകണമായിരുന്നു, പുറത്ത് പോയി എത്രയും വേഗം തിരിച്ചു വരാൻ വേണ്ടി നോക്കി. തിരിച്ചു വന്ന് ബാക്കി കണ്ടു. എക്സലൻറ്റ്, അടിപൊളിയാണ്. എന്തോ എല്ലാം കണ്ടു. വിനായക് ഭയങ്കര വെരി ഡിയർ ടു അസ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. സൂപ്പറായിരുന്നു. അമേസിങ്, അടിപൊളിയായിരുന്നു. ഗംഭീരം. സ്റ്റോറി പിന്നെ സോ ഹാപ്പി. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല ഡയറക്ഷൻ. പുതിയ ഡയറക്ടറാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിനായകൻ്റെ നല്ല തിരക്കഥ, സംഭാഷണം എല്ലാം അടിപൊളി. റോസലിൻ, അത് ദിവ്യയുടെ ചേട്ടൻ്റെ മോളാണ്. അതെ, സഞ്ജന മെയിൻ ക്യാരക്ടർ. അതെ, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. വിനീതേട്ടൻ, മീന എല്ലാവരും ഓക്കെ. സൂപ്പറായിട്ട്, നന്നായിട്ട്. നല്ല ഗംഭീര വെബ് സീരീസാണ്. വളരെ ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ത്രില്ലായിട്ട് പോകുന്നുണ്ട് പടം. അതെ, നല്ല സമയം പോയത് അറിഞ്ഞില്ല. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അടിപൊളി ഇഷ്ടപ്പെട്ടു. ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. കാണുമ്പോഴത്തേക്കും എൻഡ് ആകുമ്പോഴത്തേക്കും നല്ല എൻഗേജിംഗ് ആണ്. ടുവേർഡ്സ് എൻഡ് ആകുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് വെരി എക്സൈറ്റിംഗ്. കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് ടുവേർഡ്സ് എൻഡ്. സോ മസ്റ്റ് വാച്ച്. ഗംഭീരമായിട്ടുള്ള വർക്കാണ്. വളരെ സസ്പെൻസ് നിറഞ്ഞ, മലയാളത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു വർക്കാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട, വളരെ സസ്പെൻസ് നിറഞ്ഞതും എന്നാൽ ആക്ടിങ്ങും അതുപോലെ തന്നെ മ്യൂസിക്കും ക്യാമറ വർക്കും ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. മലയാളത്തിൽ അപൂർവമാണ് ഇതുപോലൊരു വ്യത്യസ്തമായ വർക്കാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട. സസ്പെൻസ് ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ ആ ഒരു ക്യാമറ വർക്ക്, മ്യൂസിക് എല്ലാം എല്ലാവരും, ഡയറക്ഷൻ അതുപോലെ തന്നെ റൈറ്റിംഗ്, ഒരു ഡയറക്ടറും ഒരു റൈറ്ററും മലയാളത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അതിൻ്റെ സന്തോഷം കൂടിയുണ്ട്. വളരെ സസ്പെൻസ് നിറഞ്ഞ എല്ലാവരും കാണേണ്ട ഒരു എക്സ്പീരിയൻസ്. നല്ല സീരീസാണ്. ഭയങ്കര ട്വിസ്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു സ്റ്റോറി എൻഡിങ്ങേ അല്ല. നമുക്ക് ഭയങ്കര ടോട്ടലി ബ്ലൈൻഡ് ആയി ആ ട്വിസ്റ്റ് ലാസ്റ്റ് പോർഷൻ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും മസ്റ്റ് വാച്ചാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോഴത്തേക്ക്. അടിപൊളിയായിരുന്നു. മീനയൊക്കെ ഭയങ്കര കിടിലുമായിട്ടായിരുന്നു ആക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പുള്ളിക്കാട്ട് റോള് കണ്ടിട്ടുമില്ല, നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു റോളായിരുന്നു. അപ്പോൾ എല്ലാവരും സീരീസ് കാണാം. താങ്ക് യു സോ മച്ച്. എന്തോ
ഒരു സൈക്കോളജി ഭയങ്കര ത്രില്ലറാണ്. നമ്മൾ ഇതുവരെയ്ക്കും നമ്മൾ അങ്ങനത്തെ കണ്ടിട്ടില്ല. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ബോർ അടിച്ചിട്ടില്ല. അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു പിന്നെയും അത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും കാണും. താങ്ക് യു. ഇതിപ്പോൾ റോസ്ലിൻ വെബ് സീരീസ് പ്രീമിയർ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ. സോ ജിത്തു ജോസഫ് സാർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വെബ് സീരീസാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ. ജിത്തു സാർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സീരീസ്. അപ്പോൾ എടുത്തതിൻ്റെ ടെക്നിക്കൽ ക്രൂ നോക്കുമ്പോൾ സുമേഷ് എന്ന ഒരു സംവിധായകൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ്. വിനായക് ശശികുമാറിൻ്റെയാണ് സ്ക്രിപ്റ്റും സ്റ്റോറിയും. ഉണ്ണികൃഷ്ണൻ്റെയാണ് ഇതിൻ്റെ ക്യാമറ. അപ്പോൾ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ പ്രൊജക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ വന്ന് കണ്ടത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ട പിന്നെ ഇതിൻ്റെ അഭിനേതാക്കളാണ്. ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് സഞ്ജന എന്ന ആക്ട്രസ്സാണ്. പുള്ളിക്കാരി മൂത്തോൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആ മേജർ ക്യാരക്ടർ ചെയ്തതിനു ശേഷം ഞാൻ പിന്നെ കാണുന്ന ഈ ഒരു പ്രോജക്റ്റിലാണ്. അപ്പോൾ അതിഗംഭീരമായിട്ട് പുള്ളിക്കാരി അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഹക്കീം ക അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും. അപ്പോൾ അധികം ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞത് ജോണർ എന്താ അതെന്താണെന്ന് മനസ്സിലാക്കാതെ വിനീതേട്ടൻ അതിഗംഭീരമായിട്ട് വിനീതേട്ടൻ്റെ റോളും മീന മാമിൻ്റെ റോളും എല്ലാം ഒന്നും പറയുന്നില്ല. ഞാനധികം പറഞ്ഞാൽ അത് നശിപ്പിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒ ടി ടി തന്നെ ഇത് കാണുക. ഇത് തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസ് കിട്ടി. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആദ്യമായിട്ട് ഞാനൊരു വെബ് സീരീസ് പൂർണ്ണമായിട്ട് തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അതൊരു വേറൊരു സർറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ താങ്ക്സ് ടു ജിയോ ഹോട്ട്സ്റ്റാർ. എല്ലാവരും വാച്ച് ഇറ്റ് ഇൻ OTT ജിയോ ഹോട്ട്സ്റ്റാർ റോസ്ലിൻ. താങ്ക് യു. അതില്ലേ അത് അഭിനയിച്ച ആൾ പറയട്ടെ. അഭിനയം കണ്ടപ്പോൾ ആദ്യം പറഞ്ഞിട്ട് അഭിനയിച്ച ആളിലേക്ക് നോക്കിട്ടോ. സിജ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ്. പക്ഷെ അതൊരു 1.5 ക്യാമിയോ ആണ്. ഞാൻ പ്രതീക്ഷ പോലെയല്ല. കാരണം നമ്മൾ കുറേ റോൾസ് സിജ മലയാളത്തിലും തമിഴിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ സംഭവങ്ങളാണ്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം. പിന്നെ എന്നെ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ഒരു ത്രില്ലറിൽ പകുതിയാകുമ്പോഴെങ്കിലും നമ്മളൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നോക്കൂലേ. ഇതിനകത്ത് നമുക്ക് പ്രഡിക്ഷനെ വരെ തോൽപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. സ്ലോ ബേൺ ആണ്. സോ ആരും ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടിട്ട് ഒരു ലൂപ്പിൽ അത് ജഡ്ജ് ചെയ്യാൻ പോരുത്. അത് അവസാനം വരെ കണ്ടിരിക്കണം. ഇത് തിയേറ്ററിൽ പോലും ഇതൊരു വലിയ മിസ്സായിരിക്കും. അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് കംപ്ലീറ്റ് പ്രോജക്റ്റ് ചെയ്തേക്കുന്നത്. ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ ഹോൾ ടീം. കിടിൽ തന്നെ എല്ലാവരും എടുത്തു പറയണം. പ്രത്യേകിച്ച് റോസ്ലിൻ ക്യാരക്ടർ ചെയ്ത സഞ്ജന വാസ് ബ്രില്യൻറ്റ്. പിന്നെ അതുപോലെ മീന ചേച്ചി നമ്മൾക്ക് ഇതുപോലെ നമ്മൾ സാധാരണ മീന ചേച്ചിയുടെ വേഷങ്ങൾ നല്ലൊരമ്മ, സപ്പോർട്ട് ചെയ്യുന്ന അമ്മ അങ്ങനെ കാണും. പക്ഷേ എല്ലാവരും വിചാരിച്ചതിനെക്കാട്ടിലൊരു ട്വിസ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ആക്ടേഴ്സ് നമുക്ക് ഈവൻ സിജയുടെ ക്യാരക്ടറിന് പോലും ടൈം കുറവാണെങ്കിൽ പോലും അതിൻ്റെ പോലും നമുക്ക് വേറെ ഷെയ്ഡ്സ് കാണാൻ പറ്റും. സോ മസ്റ്റ് വാച്ച് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്ട്സ് ഓഫ് 2026 മലയാളത്തിൽ ഉറപ്പിച്ച് പറയാം. താങ്ക് യു ശില്പ. താങ്ക് യു. ഒരുപാട് നന്ദിടാ. അല്ല ഞാൻ എന്തായാലും ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് വി ആർ ഹാപ്പി ടു സീ ഇറ്റ് ഓൺ എൻ ബിഗ് സ്ക്രീൻ ലൈക്ക് ദിസ്. അത് ആക്ച്വലി ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ദ സൗണ്ട്, ദി ക്യാമറ വർക്ക് എല്ലാം. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഷോറാണ് ജിത്തു സാറാണ്. ആൻഡ് ഡെബ്യൂട്ടാൻ ഡയറക്ടറാണ് സുമേഷ് ഏട്ടൻ. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ലിറിസിസ്റ്റാണ് വിനായക് ഏട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റോറിയാണ്. സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദ ടീം. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ. അത് കിട്ടിയതിന് ഒരുപാട് സന്തോഷം. ഒത്തിരി പോസിറ്റീവ് റിവ്യൂസ് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ സ്ലോ ബേൺ മിസ്റ്ററി ആണ്. അതേപോലെ അവർ ഒരു ക്ലൂം കൊടുക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് മൊത്തം സീരീസ് കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ദ ഹോൾ സ്റ്റോറി ലൈസ് ഇൻ ദ 5th and the 6th episode. അപ്പോൾ എല്ലാവരും കാണണം. ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. ആൻഡ് സീക്രട്ട് സ്റ്റോറീസ് ഓഫ് റോസ്ലിൻ ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. തിയേറ്ററുകൾ വന്നിട്ടുണ്ട്. അതായത് അവസാനത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു അവസാനത്തെ 15 മിനിറ്റ് വരിക, പ്രേക്ഷകർ ഹൃദയം കൊണ്ട് പോകുക. തിയേറ്ററിൽ ജയിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലേക്ക് സെയിം പാറ്റേൺ കൊണ്ട് വരികയാണ്. എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ പിക്കിംഗ് എല്ലാം ചെയ്യുന്നത്? ക്യാരക്ടർ പിക്കിംഗ് ആയിട്ടല്ല, എനിക്ക് വരുന്നതിൽ ഞാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഏതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ആൻഡ് വിനായകേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, സ്മോൾ പോർഷൻ ആണ് എന്ന് പറഞ്ഞപ്പോഴും ഐ വാസ് ഓക്കെ ഡൂയിങ് ഇറ്റ്. ബിക്കോസ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ വാസ് ബോട്ട് ഡൂയിങ് ദ ഇന്നസെൻറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് ഒരു ബ്രേക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് സെലക്ട് ചെയ്താൽ. ബട്ട് ഐ എം സോ ഹാപ്പി എവറിബഡി ലൈക്ക് ഇറ്റ്. ആ ഒരു വില്ലൻ അകത്ത് ഉള്ളിലുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ സന്തോഷം. യെസ്. നായകന്മാരെ വില്ലത്തരം കാണിക്കാതെ പറയുമ്പോൾ എല്ലാ നായകന്മാർക്കും ഒരു പേടിയുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുമെന്ന്. ചേച്ചിയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഗേൾ നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചേച്ചി ആ ഒരു
വ്യൂവിലാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ കാണുന്നത്. അതിനുശേഷം പെട്ടെന്നൊരു ചേഞ്ച്, ഒരു വൺ ഷിഫ്റ്റ് ഇങ്ങനെ വരുത്താനുള്ള ഒരു ഗട്ട്സ് എങ്ങനെയായിരുന്നു? ഈ സിനിമ പാറ്റേൺ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ദർ എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ വേ ദ സിനിമ ഇസ് ഓൾസോ ചേഞ്ചിങ്. ആൻഡ് ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഒരു ക്യാരക്ടർ ചെയ്താൽ ഇറ്റ് ഈസ് ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്ന എവറി ആക്ടർ വാണ്ട്സ് ടു എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചൂസ് ചെയ്തിട്ട് ഞാനത് ചെയ്തെന്നേ ഉള്ളൂ. സോ അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ആവുമെന്നും എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. എല്ലാവരും പോയി കാണും കേട്ടോ. അടിപൊളിയായിരുന്നു. പറഞ്ഞ് മടുത്തു വന്നാലും പറയാം. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇതിൻ്റെ പെർഫോമൻസും സ്റ്റോറി ലൈനും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും പോയി കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയാൽ അവസാനം വരെ കാണണം. ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി. അല്ലെങ്കിൽ ഫുള്ള് കാണണം. ഫുള്ള് കണ്ടാലേ ഇതിൻ്റെ ഒരു പിക്ചർ കിട്ടുള്ളൂ. താങ്ക് യു. നല്ല വർക്കാണ്. സ്ലോ ബേൺ എന്നാണ് ഇവർ തുടങ്ങുമ്പോഴേ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിരിക്കുമ്പം ഓക്കെ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ട്. നമ്മൾ ക്ലൈമാക്സ് ഒട്ടും ഗസ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. പിന്നെ ഹക്കീമിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്, നല്ലതായിരുന്നു. വിനീതേട്ടൻ നല്ലതായിരുന്നു. എനിക്ക് റോസ്ലിൻ ക്യാരക്ടർ ചെയ്ത കുട്ടിയുടെ പേരറിയില്ല, ഗംഭീര പെർഫോമൻസ്. ഒരു ഒന്ന് മുമ്പ് ഏതോ ഒരു പടത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഭയങ്കര ഗംഭീര പെർഫോമൻസ്. മ്യൂസിക് നല്ലത്. പിന്നെ എഴുതിയത് റൈറ്റർ വിനായക് ശശികുമാറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കേട്ടിട്ടുള്ളൂ. നല്ല എഴുത്തായിരുന്നു, നല്ല നന്നായി ചെയ്തു. ഇതുവരെ മീന മാം പറയാൻ വിട്ടുപോയതാണ്, അവരുടെ പെർഫോമൻസ് നമ്മൾ ഇതുവരെ കാണാത്തൊരു കൈൻഡ് ഓഫ് ഒരു